എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല. ഹേമ എന്നെ വീഴ്ത്തി കളഞ്ഞോർത്ത് ചിരിച്ചു പോയതാണേ. വെരി ഫണി. ഞാൻ പ്രേമിനെയാണോ വീഴ്ത്തിയത് അതോ പ്രേമ എന്നെയോ? അതെങ്ങനെയോ ആകട്ടെ, രണ്ടുപേരും വീണില്ലേ? ഓ, വന്നത് മുതൽ പാത്തും പതുങ്ങി എന്നെ നോക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലെന്നാണോ വിചാരം? കള്ളൻ. എന്നെ നോക്കിക്കൊണ്ടുള്ള ഹേമയുടെ ഭാവപ്രകടനത്തിൽ ഭാഷ വഴിമാറി നിൽക്കുന്നത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്ങനെ എന്റെ സാഹിത്യം? കൊള്ളാം. താങ്ക് യു. മറവിൽ നിന്ന് മന്ദഹാസം കൊണ്ട് ഒരു മഹാകാവ്യം രചിക്കുന്നതോ? എന്നെ നോക്കി ഹേമ കണ്ണുകൾ കൊണ്ട് 1000 കഥകൾ പറയായിരുന്നില്ലേ? അല്ല, ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുകയായിരുന്നു. എന്തായാലും ഒന്ന് പറയാം. അദൃശ്യമായ ഒരു മതിൽക്കെട്ട് നമുക്ക് ഇരുവർക്കും ഇടയിലുണ്ട്. കാര്യമായിട്ട് പറയാണോ? അതെ, വളരെ കാര്യമായിട്ട്. എന്താണത്? ഞാനത് പറഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കും. എങ്കിലും പറയാതിരിക്കാൻ വയ്യ. എന്തായാലും പറയൂ. ഹേമ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊരു ബ്രാഹ്മണനല്ല. നിങ്ങളുടെ ആ പോർഷൻ വാടകയ്ക്ക് കിട്ടാൻ വേണ്ടി ഭൈരവൻ സാർ പറഞ്ഞിട്ടാ ഒരു പൂണൂലെടുത്ത് കഴുത്തിലിട്ടത്. ഞാൻ ഒരു ക്രിസ്ത്യനാണ്. പേര് പ്രേം ജേക്കബ്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമെന്നോ ഇങ്ങനൊരു ബന്ധമുണ്ടാകുമെന്നോ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഈ നഗരത്തിൽ വന്നത്. ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വലിയ ഗായകനാവണം. ഇപ്പോൾ എന്നെപ്പറ്റി എന്ത് തോന്നുന്നു? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ? ഇല്ല. സത്യമാണോ പറയുന്നത്? അതെ, സത്യമാണ്. ലവ് ഇസ് എ ഫീലിംഗ്. അത് ജാതിയോ മതമോ പണമോ പദവിയോ കണ്ടിട്ടുണ്ടാവുന്ന ഒരു മോഹമല്ല. പ്രേമിനെ കണ്ടുമുട്ടിയപ്പോ തന്നെ എനിക്ക് തോന്നിയത് ഏതോ ഒരു മുജ്ജന്മ ബന്ധം പോലെയാണ്. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു പരസ്പര ബന്ധം. ഇനിയും പറഞ്ഞാൽ ഈശ്വരൻ എനിക്ക് വേണ്ടി നിശ്ചയിച്ച ജീവിത പങ്കാളി. എന്റെ പ്രിയ രാജകുമാരൻ. ഇതാരാ അപ്പളൊക്കെ അടുക്കളയിൽ വേറൊരുത്തം കടന്നുകൂടിയേ? എന്താ കിടാവേ ഒരു കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി നോക്കുന്നത്? നീ ആയിരുന്നുല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ പ്രകാരം നീയും അടുക്കളയിൽ എത്തിപ്പെട്ടു അല്ലേ? എത്ര നേരമാണ് ഞാൻ കിടന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നത്? അയ്യോ, ഞാൻ കേട്ടില്ല കേട്ടോ. എന്നാ കരണ്ട് കട്ടായിരിക്കും. സാരില്ല, നീ ആ വാതിലൊന്ന് തുറക്ക്. അപ്പൊ ഞാൻ പോയ തക്കം നോക്കി നീ ആ സീറ്റ് പിടിച്ചുല്ലേ? അയ്യോ, കിടാവ് വരുന്നത് വരെ ഞാൻ അടുക്കളയിൽ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ? ഇപ്പൊ ഞാൻ വന്നില്ലേ? ഇനി പോയിക്കോ. എന്തേ തിരിച്ചു പോന്നേ? നാട്ടിലെത്തിയത് തൊട്ട് മനസ്സിന് വല്ലാത്തൊരു വേവലാതി. ഇവിടെ ഫോൺ അടിച്ചാൽ ആരും എടുക്കും, കോളിംഗ് ബെല്ല് അടിച്ചാൽ ആര് പോയി വാതിലോർക്കും, നിങ്ങൾക്കാര് ഭക്ഷണം ഉണ്ടാക്കി തരും. ഇതെല്ലാം ആലോചിച്ചപ്പം മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഓഹോ, നാട്ടിലേതോ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് വിശ്വനാഥൻ സാറിന്റെ കുക്കിനെ കണ്ടെന്ന് എന്നോട് ചിലർ പറഞ്ഞല്ലോ. ഏത് മഹാഭാവി അത് ഇവിടെ പറഞ്ഞു? ആരോ ആവട്ടെ, ചാൻസ് വല്ലതും കിട്ടിയോ? കിട്ടി. ഒരു ക്ലോസപ്പ് കിട്ടി.
ഇനിയിപ്പോ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ? അയ്യോ, ഞാൻ എത്ര വലിയ സ്റ്റാർ തന്നെ ആയാലും നന്ദി കേട് ഞാൻ കാണിക്കൂല. ആ എന്നാ പോയിക്കോ. എങ്ങോട്ട്? അങ്ങോട്ട്. താങ്ക്സ്. ഏതായാലും ക്രാവ് തിരിച്ചു വന്നല്ലോ. ഇനി ഇവൻ നമ്മുടെ കൂടെ കമ്പോസിങ്ങിനും റെക്കോർഡിങ്ങിനൊക്കെ വന്നോട്ടെ. എന്താ ഉം. എന്താ ഇത്? വിട്. ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. വരുന്നത് വല്ലവരും കണ്ടോ? കണ്ടാലെന്താ, എപ്പോഴായാലും അറിയണ്ടല്ലേ. I'm scared. എനിക്ക് പേടിയാവുന്നു. എന്തിന്? പ്രേം ഒരു വലിയ ഗായകനായാൽ എന്നിൽ നിന്ന് അകന്നു പോകുമെന്ന് എനിക്കൊരു ഭയം. അതൊരിക്കലും സംഭവിക്കില്ല. ലവ് ഈസ് നോട്ട് ലവ് which alters when alteration finds. It is an ever fixed mark that looks on tempers and is never shaken. വില്യം ഷേക്സ്പിയർ. യഥാർത്ഥ പ്രേമം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. ഞാൻ ഹേമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഈ നക്ഷത്രങ്ങൾ സാക്ഷി. എൻ്റെ ഇൻസ്പിറേഷൻ ഹേമയാണ്. അന്നെൻ്റെ പാട്ട് അത്ര ഭംഗിയായതുപോലും ഹേമ എൻ്റെ മുന്നിലുണ്ടായിരുന്നോണ്ടാ. ആ വരികൾ പോലും നമുക്ക് വേണ്ടി എഴുതിയതുപോലെ അല്ലേ? സ്നേഹമയി പൂർവജന്മ സ്മൃതികളേതോ സൗരഭമായി ഈ നമ്മിൽ എന്നുമില്ലേ? എൻ്റെ ഭയം അതല്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞാൽ ഹേമയുടെ അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കുമോ എന്നാണ്. എന്റെ അച്ഛൻ ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. ജാതിമത ചിന്തകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. എന്റെ ഇഷ്ടമാണ് അച്ഛന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടത്തിന് വിപരീതമായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ഭയം വിട്ടേക്ക്. യു ആർ ലക്കി. വി ആർ ലക്കി എന്ന് പറയൂ. ആ, അതൊക്കെ ഇരിക്കട്ടെ. മാഡത്തിന്റെ പഠിപ്പൊക്കെ എങ്ങനെ ഇരിക്കുന്നു? എക്സാംസ് അടുത്ത് വരികയല്ലേ? ഐ തിങ്ക് ഐ വിൽ ഗെറ്റ് എ ബിഗ് 0. അതെന്താ? പുസ്തകത്തിൽ അക്ഷരങ്ങൾക്ക് പകരം ഈ സുന്ദര കുട്ടന്റെ മുഖമാണ് കാണുന്നത്. വാട്ട് ടു ഡു? ഓ, സാരമില്ല, അതിനൊക്കെ ഒരു വഴിയുണ്ട്. എന്താ അത്? ഇങ്ങടുത്ത് പറഞ്ഞുതരാം. ഇവിടൊന്നും സ്ഥലമില്ല. புஸ்தகம் படிக்கிறேன் பாட்டி. இங்க மொட்டை மாடியில தனியா நின்னா புஸ்தகம் படிக்கிறதே? உங்ககிட்ட யாராவது பேசினாளா? இல்லையே பாட்டி. பேசுற சத்தம் கேட்டுதே. அது பக்கத்து வீட்டுல பேசினது. ஓ, சரி சரி, வா வந்து தூங்கு. வா வந்து படுத்துக்கோ. മുരളിയെ പോലൊരു വരനെ കിട്ടുക എളുപ്പമല്ല മോളെ. കുട്ടിക്കാലം തൊട്ടേ അവന് നിന്നെ ഇഷ്ട. വിവാഹം കഴിഞ്ഞാൽ തീർച്ചയായും നീ അവനെ ഇഷ്ടപ്പെടും. ഇല്ല ഡാഡി, എനിക്കതിന് കഴിയില്ല. ഞാൻ വാക്ക് കൊടുത്തതനുസരിച്ചാണ് അവർ ലണ്ടനിൽ നിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ ബന്ധുക്കളെയും ഞാൻ വിവരം അറിയിച്ചു കഴിഞ്ഞു. ഒരു വാക്ക് എന്നോട് ചോദിക്കാമായിരുന്നില്ല ഡാഡി അതിനു മുൻപ്? ഒരു വാക്ക്. അത് തെറ്റ്. പക്ഷേ ഇത്രയും നല്ലൊരു ബന്ധം വന്നപ്പോ മോൾക്കതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ചോദിച്ചില്ല. ഇന്നുവരെ നീ എന്നെ അനുസരിക്കാതിരുന്നിട്ടില്ല. നിന്റെ വിവാഹ കാര്യത്തിലും ഞാനത് പ്രതീക്ഷിച്ചു. എന്റെ സന്തോഷത്തിനെതിരായി ഡാഡി ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. മോളുടെ ഹാപ്പിനെസ് ആണ് ഡാഡിയുടെ ഹാപ്പിനെസ് എന്ന് എപ്പോഴും പറയാറില്ലേ? ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ പ്രേമിന് വാക്ക് കൊടുത്തത്. എനിക്ക് പ്രേമിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല ഡാഡി. ഞങ്ങളുടെ വിവാഹം നടത്തി തരില്ല ഡാഡി. ഈ ജീവിതത്തിൽ ഞാൻ ഡാഡിയോട് ഇനി ഒന്നും ആവശ്യപ്പെടില്ല. പ്ലീസ് ഡാഡി, പ്ലീസ്. ഡാഡിയെ ധർമ്മസങ്കടത്തിലാക്കല്ലേ മോളെ. ദിവസവും ഫോണിൽ സംസാരിക്കാറില്ലായിരുന്നു നമ്മൾ?
എന്റെ മോൾ എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വാക്ക് കൊടുക്കില്ലായിരുന്നു. ഇനി എനിക്ക് വാക്ക് മാറാൻ വയ്യ. ഡാഡി, ഡാഡി. എനിക്ക് വേണ്ടി ഇന്നുവരെ ഒരു കാര്യവും നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന് ആവശ്യപ്പെടുന്നു. ആവശ്യപ്പെടുകയല്ല, അപേക്ഷിക്കുക. മോളി വിവാഹത്തിന് സമ്മതിക്കണം. No, no, Daddy. No. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഡാഡി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഡാഡിയുടെ അഭിമാനം മോളെ രക്ഷിക്കില്ലേ? I beg you. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കൂ. 14, 15, 16 മ്യൂസിക് ഡയറക്ടർ വിശ്വനാഥ് സാറിന് കൊടുത്ത ഡേറ്റ്സ് ആണ്. അത് അദ്ദേഹം മാറ്റുമെന്ന് തോന്നുന്നില്ല. 17, 18 ബോംബെയിൽ ഒരു പരിപാടിയുണ്ട്. 19 ശേഷം വെച്ചോളൂ നിങ്ങളുടെ റെക്കോർഡിംഗ്. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. ഈ മാസം തീരെ നോക്കണ്ട, ഒരു രക്ഷയുമില്ല. നമുക്ക് അടുത്ത മാസം വെച്ചാലോ? ഒരു 10 ശേഷം. ഞാൻ വൈദ്യനാഥൻ, ഹേമയുടെ അച്ഛൻ. വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഹേമ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. ഞാൻ വന്നത് ഒരു പ്രത്യേക റിക്വസ്റ്റുമായിട്ടാണ്. എന്താണ് സാർ? അത് പ്രേമിനെ വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം. ബട്ട് ഐ ഹാവ് നോ അതർ വേ. ഞാൻ ഒരിക്കലും പ്രേമിനെ കുറ്റം പറയാനോ ആക്ഷേപിക്കാനോ വന്നതല്ല. ഈ പ്രായത്തിൽ ആർക്കായാലും ഇത് സംഭവിക്കാവുന്നതേ ഉള്ളൂ. അങ്ങ് പറഞ്ഞു വരുന്നത്? ഞാൻ മുരളിക്ക് വാക്കുകൊടുത്തുപോയി. ഇപ്പോഴല്ല, വളരെ മുമ്പ് തന്നെ. നാളെ അവനുമായി ഹേമയുടെ നിശ്ചയതാമ്പൂലമാണ്. നോ നോ. ഇനി എനിക്ക് പിന്തിരിയാൻ വയ്യ. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. പ്രേം അതിനൊരു തടസ്സമാവരുത്. ഹെൽപ്പ് മീ. സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഹേമയെയും എന്നെയും അകറ്റാൻ അങ്ങേക്കെന്നല്ല, ഈശ്വരന് പോലും സാധിക്കില്ല. എന്റെ സന്തോഷമാണ് അച്ഛന്റെയും സന്തോഷമെന്ന് ഹേമ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ അച്ഛനാണോ ഹേമയെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നത്? I can't believe it. എമോഷണൽ ആകാതെ പ്രേം. ദുഃഖിയമായി സാൻ. ചില ഘട്ടങ്ങളിൽ സ്വന്തം താല്പര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരും. അതിന്റെ പേരാണ് ത്യാഗം. ഞാനൊരു ത്യാഗിയല്ല. ഞങ്ങളുടെ സ്നേഹം ത്യാഗം ചെയ്യാൻ പറയാൻ ആർക്കും അവകാശമില്ല. എന്റെ മകളുടെ സുഹൃത്തെന്ന നിലയിൽ നേരിട്ട് സംസാരിക്കേണ്ടത് എന്റെ കടമയാണെന്ന് കരുതിയാണ് ഞാൻ വന്നത്. എല്ലാ പ്രേമബന്ധങ്ങളും വിവാഹത്തിൽ കലാശിച്ച ചരിത്രമില്ല. അതുകൊണ്ട് ഹേമയെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. എല്ലാം ഒരു കുട്ടിക്കളി പോലെ കരുതിയാൽ മതി. അത് ഹേമ മനസ്സിലാക്കിയതുപോലെ പ്രേമ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹേമ ഇത് സമ്മതിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ സംസാരിച്ചു നോക്കൂ. മഞ്ജു, ഹേമയ്ക്ക് ഫോൺ കൊടുക്കും. ഹേമ, പ്രേമിനെ കൂട്ട് പേശണമാ. പ്രേം. ഹേമ, നാളെ ഹേമയുടെ ബെട്രോത്തിലാണെന്ന് അച്ഛൻ പറഞ്ഞു. ഹേമ സമ്മതിച്ചോ? എന്താണെന്നും മിണ്ടാത്തത്? പറയൂ. നമ്മുടെ സ്നേഹബന്ധം വെറും ഒരു കുട്ടിക്കളിയായിരുന്നോ? തമാശയായിരുന്നോ? ഹേമയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചവനാണെന്ന് എന്റെ മുഖത്ത് നോക്കി എത്ര തവണ പറഞ്ഞു. എന്നെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ഹേമയ്ക്ക് കഴിയുമോ? പറയൂ ഹേമ, പ്ലീസ്. ഹേമ, ഹേമ പ്ലീസ്. ഹേമ, ഹേമ പ്ലീസ്. ഹേമയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല.
എനിക്ക് പാടാനുള്ള ആവേശം നീയാണ്. നിനക്ക് വേണ്ടിയാണ് ഹേമ ഞാൻ പാടുന്നത്. നീ പോയാൽ ഈ വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ലെന്ന് എന്നോട് പറയൂ ഹേമ. അച്ഛനോട് പറയൂ. ഞാൻ ഫോൺ അച്ഛന് കൊടുക്കാം. സോറി മൈ സൺ, ഐ ആം റിയലി സോറി. വിഷമമുണ്ടാകും, എനിക്കറിയാം. അവൾക്കുമുണ്ട്. പക്ഷേ സാവധാനത്തിലെല്ലാം നേരെയാവും. ഇനി അവൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കൂ.